നമസ്കാരം. IPL രാജസ്ഥാൻ റോയൽസിന്റെ ഈ സീസണിലെ മത്സരങ്ങൾ പൂർത്തിയായതോടെ ഇന്നലെ അവർ ഇവിടെ നിന്ന് പടിയിറങ്ങുകയായിരുന്നു. ക്യാപ്റ്റൻ സഞ്ജു ഇനി അടുത്ത വർഷം ഏത് ടീമിലേക്ക് പോകും? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ, അത് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും തിരഞ്ഞെടുക്കുക ചെന്നൈ സൂപ്പർ കിങ്സിനെ തന്നെയായിരിക്കും. നമുക്ക് അസംശയം അത് പറയാനും സാധിക്കും. ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ അവസാന സീസണും ഭാവിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ ചർച്ചകൾ പലതരത്തിൽ അഭ്യൂഹങ്ങളായി തന്നെ പരക്കുന്നുണ്ട് എന്ന് പറയാം. അടുത്ത സീസണിൽ റോയൽസ് ടീം ശക്തമായി തിരിച്ചു വരുമെന്ന് പറഞ്ഞതിലൂടെ ഭാവിയെക്കുറിച്ചുള്ള നിർണായക ചോദ്യങ്ങൾ നിരവധി പേർ തന്നെ അവസാന മത്സരശേഷം നൽകുകയും ചോദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അടുത്ത സീസണിൽ 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക്, അതായത് ഇന്നലെ സഞ്ജുവിന്റെ ടീമുമായി ഏറ്റുമുട്ടിയ ടീമുമായി സഞ്ജു ചേക്കേറുമോ എന്നാണ് ആരാധകരിൽ ഒരു ഭൂരിഭാഗവും ചോദിക്കുന്നത്. ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണിത്. ഇത് ശരിവെക്കുന്ന നിർണായക തെളിവുകൾ സോഷ്യൽ മീഡിയയിൽ ഇവർ തന്നെ പുറത്തുവിടുകയും കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. റോയൽസും ചെന്നൈയും തമ്മിലുള്ള അവസാന മത്സരശേഷമുള്ള ദൃശ്യങ്ങൾ വൈറലായി മാറുന്നതിന് പിന്നാലെയാണ് സഞ്ജു എന്തായാലും മഞ്ഞപ്പടയിൽ ചേരുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള ഇന്നലത്തെ കളി കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ നടന്ന മത്സരം CSK കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ് ഏറെ നേരം സഞ്ജു സാംസണുമായി ഗ്രൗണ്ടിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു. ഇത് കണ്ടവരെല്ലാവരും ഈ ദൃശ്യങ്ങൾ ഒന്നുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ എന്താണ് സംസാരിക്കുന്നതെന്ന് നോക്കി നിൽക്കുകയാണ് പലരും. ഇതിന്റെ ദൃശ്യങ്ങൾ ആരാധകരുടെ തന്നെ സംശയത്തിന് കാരണമായി മാറുന്നു. മത്സരം കഴിഞ്ഞ് ഇരു ടീമുകളെയും താരങ്ങളെയും ഗ്രൗണ്ട് വിട്ടതിനു ശേഷം ഫ്ലെമിംഗ് മറ്റൊരു CSK ഒഫീഷ്യലും സഞ്ജുവിനോട് തനിച്ച് ഏറെ നേരം സംസാരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് മിനിറ്റുകളോളം നീണ്ടതായി തന്നെ സോഷ്യൽ മീഡിയയിൽ ചിലർ കുറിക്കുന്നുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇത്തരത്തിൽപ്പെട്ട ഒഫീഷ്യൽസ് ഒക്കെ തന്നെയും സഞ്ജുവിന്റെ അടുത്ത് അങ്ങനെ വന്ന് സാധാരണ സംസാരിക്കുന്നത് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. മറ്റുള്ള താരങ്ങളോട് സംസാരിക്കുന്നത് അങ്ങനെ കണ്ടിട്ടില്ല. അഭിനന്ദനമാണെങ്കിൽ ഒന്ന് അഭിനന്ദിച്ച് പോകാമായിരുന്നു. എന്നാൽ ഏറെ നേരം സംസാരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാവർക്കും സംശയമായി മാറുന്നത്. സാധാരണയായി മറ്റൊരു ടീമിലെ ക്യാപ്റ്റനുമായോ താരങ്ങളുമായോ എതിർ ടീമിന്റെ കോച്ചുമാർ ഇത്തരത്തിൽ ഒരുപാട് സമയം സംസാരിക്കാറില്ല. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഫ്ലെമിംഗിനും ഇടയിൽ വളരെ ഗൗരവമേറിയ എന്തോ സംസാരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആരാധകർ പറഞ്ഞിട്ടുള്ളത്. സഞ്ജു സാംസണും ചെന്നൈ സൂപ്പർ കിങ്സ് കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗും തമ്മിൽ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ ആവേശമാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്. വലിയ ആരാധകരുള്ള, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള IPL ടീം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഉത്തരം അത് തീർച്ചയായും ചിലപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയായിരിക്കും. ആ ചെന്നൈ സൂപ്പർ കിങ്സിൽ ഭൂരിഭാഗം പ്രേക്ഷകരും അല്ലെങ്കിൽ ഭൂരിഭാഗം ആരാധകരും സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരായിരിക്കും. സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരാണെങ്കിൽ നോക്കുമ്പോൾ സഞ്ജുവിന്റെ ആരാധകരുമാണ്. അങ്ങനെ സഞ്ജു ചെന്നൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ആരാധകർക്ക് ഇരട്ടി മധുരവും ഇരട്ടി സന്തോഷവും തന്നെയാണെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. ധോണിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സഞ്ജുവിനെ എങ്ങനെയൊക്കെ നന്നായി ഉപയോഗിക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് അറിയാമെന്നും അത് കിടിലമായി തന്നെ നമുക്ക് അങ്ങനെ ഒരു മാച്ചിൽ കാണാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. അടുത്ത വർഷം ചെന്നൈയിലേക്കുള്ള അദ്ദേഹത്തിന്റെ കൂടുമാറ്റം ഏറെക്കുറെ ഉറപ്പായെന്ന് പലരുടെയും അഭിപ്രായമുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് കോച്ച് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സ്റ്റീഫൻ ഫ്ലെമിംഗും സഞ്ജു സാംസണും തമ്മിലുള്ള ചർച്ച കഴിഞ്ഞപ്പോൾ നിസ്സാരമായി കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇതിന് പിന്നിൽ തീർച്ചയായും ചില ലക്ഷ്യങ്ങളുണ്ട് എന്നും പറയുന്നു. MS ധോണി വിരമിക്കാനിരിക്കെ സഞ്ജുവിനെ പകരക്കാരനായി ചെന്നൈ ടീമിലേക്ക് ക്ഷണിച്ചുവെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും ആരാധകർ തന്നെ കുറിക്കുന്നു. 2026 IPL ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായക സ്ഥാനത്ത് സഞ്ജു സാംസണിനെ കണ്ടാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് ഇന്നലത്തെ ഇവരുടെ ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇതിനു മുന്നോടിയായുള്ള ചർച്ചയായി തന്നെ ഇപ്പോൾ അദ്ദേഹവുമായുള്ള സ്റ്റീഫൻ ഫ്ലെമിംഗിന്റെ സംസാരത്തെ കാണാൻ സാധിക്കുന്നുവെന്നും പറയാം. MS ധോണിക്ക് മികച്ചൊരു പകരക്കാരനെ CSKക്ക് തീർച്ചയായും ആവശ്യമാണ്. അദ്ദേഹം പോയി കഴിഞ്ഞാൽ അത് വളരെയധികം തന്നെ എല്ലാവരെയും ബാധിക്കും. ഈ റോളിൽ സഞ്ജുവിനേക്കാൾ മികച്ചത് ആരാണ് എന്നുള്ള തീരുമാനമുണ്ടെങ്കിലും CSKക്ക് ലഭിക്കില്ലെന്നുള്ളതാണ് ആരാധകർ പറയുന്നത്. സഞ്ജു സാംസണിന് കീഴിൽ ശക്തമായൊരു തിരിച്ചുവരവ് രാജസ്ഥാൻ റോയൽസ് അടുത്തിടെ IPL സീസണിൽ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിന്റെ ആദ്യവേട്ട ചർച്ച ഇന്ന് നടക്കെ തന്നെ സഞ്ജുവിനും മുഖ്യ കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗിനും ഇടയിൽ നടന്നതെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണെന്ന് പറയാം.